ഹായ്, വെൽക്കം ടു കുക്ക് വിത്ത് റുമാന. എൻ്റെ വീഡിയോ കാണുന്നവർ ഈ കാണുന്ന പോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നെക്സ്റ്റിലുള്ള ബെൽ പ്രസ് ചെയ്യുക. അപ്പം ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ഷീർ കുർമ ആണ്. പേര് കേട്ടാരും നെറ്റണ്ട, സംഭവമൊന്നുമില്ല. ഞങ്ങൾ സാധാ സേമിയ പായസമാണ്. അത് എൻ്റെതായ രീതിയിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കിയെന്നുള്ളൂ. അപ്പം ഞങ്ങൾ പോയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഷീർ കുർമ ഉണ്ടാക്കാനുള്ള മെയിൻ പരിപാടി ഞങ്ങൾ സേമിയയും നട്ട്സൊക്കെ ഒന്ന് വറക്കണം. അതിലേക്ക് ഒരു 1.5 സ്പൂണ് നെയ്യാണ് ഞാൻ എടുത്തത്. നെയ്യ് ചൂടാക്കിയ ശേഷം ഞങ്ങൾ സേമിയ വറക്കണം. ഇത് റോസ്റ്റഡ് സേമിയാണ്, ഒരു പാക്കറ്റാണ് ഞാൻ എടുത്തത്. അത് ഓൾറെഡി വറുത്തതാണ്, എന്നാലും ഞങ്ങളൊന്ന് വറക്കണം. 1-1.5 മിനിറ്റ് വറുത്താൽ മതി, കൂടുതലൊന്നും വറുക്കണമെന്നില്ല. ഇനി കൂടുതൽ വറുത്തത് കരിഞ്ഞു പോകും. ഞങ്ങൾ വലിയ സേമിയ എടുത്താൽ അത്ര രസം ഉണ്ടാവില്ല ഷീർ കുർമക്ക്. ചെറുതായി എടുക്കാൻ ശ്രമിക്കണം. അതിന് ശേഷം ഒരു 2.5 സ്പൂണ് നെയ്യാണ് എടുക്കുന്നത്. മൊത്തത്തിൽ 3.5 സ്പൂണ് നെയ്യ് വേണം. ഇനി വേറെ നെയ്യൊന്നും ഇതിന് ഒഴിക്കില്ല. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 10 ഈത്തപ്പഴമാണ് ഇട്ട് ഫ്രൈ ചെയ്യുന്നത്. ഈത്തപ്പഴ ഞാൻ കാരക്ക ഇല്ലാത്തത് കൊണ്ടാണ് ഈത്തപ്പഴം എടുത്തത്. ഞങ്ങൾ കാരക്ക എടുക്കുന്നതായിരിക്കും ബെസ്റ്റ്. അതൊരു 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. നെയ്യ് നല്ല ചൂടായ ശേഷം വേണം ഒന്ന് ഫ്രൈ ചെയ്യാൻ. കോരിയെടുക്കണം. എന്നിട്ട് ഞാൻ നട്ട്സാണ് എടുത്തത്. ഇതിലേക്ക് കാഷ്യൂനട്ട്, ആൽമണ്ട്സ്, പിസ്താണ് എടുത്തത് ഞാൻ. ഇത് വെള്ളത്തിൽ ഓൾ നൈറ്റ് കുതിർത്തിട്ട് ഇതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്യണം. അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരല്. സ്കിന്നോട് കൂടി ഇടരുത്. പിന്നെ ഒരു 2 സ്പൂൺ തേങ്ങ ആണ് ചെറുതായിട്ട് അരിഞ്ഞിട്ട്. കൊപ്പർ ഉണ്ടായാൽ ബെസ്റ്റാണ്. തേങ്ങ കൊപ്പർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എടുത്തത്. ഒരിക്കലും ഇത് ഡ്രൈ ആയിട്ടുള്ള നട്ട്സ് ഇടരുത്. വെള്ളത്തിൽ കുതിർത്തി അതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്തിട്ടാണ് ഇടേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഫ്ലേവര്. ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ റെഡിയാവും. എന്നിട്ട് അതും കോരിയെടുക്കുക. നട്ട്സ് നിങ്ങൾക്ക് എന്തും ഇടാം. ഞങ്ങൾ മെലൺ സീഡ്സ് എല്ലാം ഇടാം. പിന്നെ റൈസിൻസും ഫ്രൈ ചെയ്തെടുക്കുക. ഒന്നിനും അളവ് ഇല്ല. ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇടാം, എത്ര വേണമെങ്കിലും ഇടാം. ഏത് നട്ട്സും ഞങ്ങൾക്ക് അവൈലബിൾ ആണ്, അത് ഇടുക, അത്രേ ഉള്ളൂ. നട്ട്സൊക്കെ ഫ്രൈ ചെയ്ത ശേഷം ഞാനൊരു 1.5 ലിറ്റർ പാലാണ് എടുത്തത്. ആ നെയ്ക്ക് തന്നെ ഇടുക. നെയ്യ് വേറെ ഒഴിച്ചൊന്നും എടുക്കാൻ പാടില്ല. അതിനുശേഷം ആവശ്യത്തിനുള്ള ഷുഗറാണ് ഇടുന്നത്. ഞാൻ ഒരു 1 കപ്പ് ഷുഗർ ഇട്ടിട്ടുള്ളൂ. വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇനി കണ്ടൻസ് മിൽക്ക് ഒഴിക്കുക, ടേസ്റ്റ് നോക്കിയിട്ട് ചെയ്യാം. പാല് ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തിളക്കും. പാല് തളിച്ച ശേഷം ഞങ്ങൾ ഫ്രൈ ചെയ്ത് വെച്ച സേമിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒന്ന് നല്ലോണം ഇളക്കണം. ഒക്കെ മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാൻ, ഹൈ സ്പീഡ് പാടില്ല. എന്നിട്ട് മൂടി വെക്കുക. ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും സേമിയ വേവും. റോസ്റ്റഡ് ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. അതിനുശേഷം ഞങ്ങൾ ഫ്രൈ ചെയ്ത് വെച്ച നട്ട്സും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് 5 മിനിറ്റ് ഒന്ന് അടിച്ച് വെച്ച് വേവിക്കണമെന്നുള്ളൂ. അതിന് ശേഷം ഒരു 2-3 സ്പൂണ് കണ്ടൻസ് മിൽക്കാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത്. നിർബന്ധമില്ല. കണ്ടൻസ് മിൽക്കിൻ്റെ പകരം ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഷുഗർ എടുത്താൽ മതി. കണ്ടൻസ് മിൽക്ക് ഒഴിക്കുമ്പോൾ എല്ലാ പായസത്തിനും ടേസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം ഇതിലേക്ക് ഏലക്ക പൊടിച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എപ്പോഴും ഏലക്ക ഞങ്ങൾക്ക് എല്ലാം ഫ്രഷ് ഏലക്ക കുറച്ച് പഞ്ചസാരയിട്ട് പൊടിച്ചിട്ട് വീട്ടിൽ വെക്കുന്നതാണ് നല്ലത്. അതാണ് ഒന്നുകൂടി ടേസ്റ്റ്. ഞങ്ങൾ ഹോൾ ഏലക്ക ഇടുന്നേക്കാൾ ടേസ്റ്റ്. എന്നിട്ടൊരു 5 മിനിറ്റ് മൊത്തത്തിലൊന്ന് തിളക്കാൻ വെക്കണം. അപ്പോൾ എല്ലാ ഫ്ലേവറും കൂടി നല്ലോണം മിക്സ് ആവും. പിന്നെ ഞാൻ ഒരു തേങ്ങൻ്റെ പാലാണിത്. 1-ാം പാലും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2-ാം പാലും. കുറച്ച് കട്ടിയുള്ള പാലാണ്, അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞങ്ങൾ ഫ്രൈ ചെയ്ത് വെച്ച ഡേറ്റ്സും ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്യണം. കഴിഞ്ഞു ഗ്യാസ്. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം ഗ്യാസ് ഓൺ ആക്കാൻ പാടില്ല, ഓഫ് ചെയ്യുക. പിന്നെ അതിലേക്ക് അവസാനമായിട്ട് ഒരു നുള്ള് ഉപ്പും കുറച്ച് ഏലക്കപ്പൊടിയും ഇട്ടാൽ ഞങ്ങളെ ഷീർ കുർമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്.